Bismillahir Rahmanir Rahim. In the name of Allah, the Beneficent, the Merciful. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Innal hamdalillah wassalatu wassalamu ala sharafi rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. ഏറെ പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സുഹൃതങ്ങൾ പെയ്തിറങ്ങുന്ന വിശുദ്ധമായ റമളാനിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ആരാധന കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നാം ഏവരെയും അവൻ സ്വീകരിച്ചനുഗ്രഹിച്ച മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ റമളാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒട്ടനവധി അധ്യാപനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് സമയക്രമീകരണം അല്ലെങ്കിൽ സമയനിഷ്ഠ എന്നുള്ളത്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം സമയത്തിന് അതിൻ്റെതായ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. മനുഷ്യൻ പരാജയത്തിലാണ് അല്ലെങ്കിൽ നഷ്ടത്തിലാണ് എന്നുള്ള വലിയൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യം പിടിക്കുന്നത് കാലത്തെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. പുന്നാര നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്ക് നോക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, നിഅമതാനി മബ്ഗൂനു ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സഹ്ഹതു വൽ ഫറാഗ്. ജനങ്ങളിൽ കൂടുതൽ പേരും വഞ്ചിതരാകപ്പെടുന്ന കാര്യം ആരോഗ്യവും ഒഴിവ് സമയവുമാണ്. ഇവിടെയൊക്കെ വിശുദ്ധമായ മതം ഇസ്ലാം സമയത്തിന് കൃത്യമായ പരിഗണന നൽകുമ്പോൾ ആ പരിഗണനയുടെ ഒരു പ്രാക്ടീസ് ടൈമാണ് റമളാൻ എന്ന് പറയുന്നത്. നമ്മളൊന്ന് റമളാനിലേക്ക് നോക്കുമ്പോൾ സുബഹി നേരമാകുമ്പോൾ അല്ലെങ്കിൽ സുബഹി ബാങ്കിന് മുമ്പായിട്ട് നമ്മൾ ഉണരുന്നു, അത്താഴം കഴിക്കുന്നു. ബാങ്ക് വിളിച്ചാലോ നാം ഒന്നും തന്നെ കഴിക്കുന്നില്ല, ഒരു ഇറുക്ക് വെള്ളം പോലും കുടിക്കുന്നില്ല. വിശന്ന് പട്ടിണി കിടന്നുകൊണ്ട് മഗ്രിബ് ബാങ്കിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാലോ ബാങ്ക് വിളിച്ച ഉടനെ, മഗ്രിബ് ബാങ്ക് വിളിച്ച ഉടനെ വളരെ ആവേശത്തോടു കൂടി യാതൊരുവിധ മടിയും കൂടാതെ ഭക്ഷണം കഴിക്കുന്നു. നോക്കൂ എൻ്റെ മുഅ്മിനീങ്ങളെ, എത്ര മനോഹരമായിട്ടാണ്, അച്ചടക്കത്തോടു കൂടിയാണ് വിശുദ്ധ ഇസ്ലാം സമയത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. കൃത്യമായ സമയം പറഞ്ഞപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നുള്ള ബോധം ഒരു മുഅ്മിൻ ഉണ്ടാകുന്നു. ഇവിടെ തറാവീഹിലേക്ക് നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഫുഖഹാക്കൾ പഠിപ്പിച്ചിരിക്കുന്നത് ഇശാ നമസ്കാരം തുടങ്ങിയത് മുതലാണ്, നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ തറാവീഹ് സമയം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ രാവിലോ പകലോ വെച്ച് നമസ്കരിക്കുക എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഇത്ര മനോഹരമായിട്ട്, ഇത്ര സുതാര്യമായിട്ട്, ഇത്ര കൃത്യതയോടുകൂടി തറാവീഹ് നമസ്കാരം 20 റക്അത്തുകൾ നിർവഹിക്കപ്പെടുമായിരുന്നില്ല, അല്ലേ? പക്ഷെ ഇവിടെ വളരെ റിജിഡായിട്ടുള്ള, വളരെ ചുരുങ്ങിയൊരു സമയം മാത്രം കൊടുത്തപ്പോൾ വളരെ മനോഹരമായിട്ട് ജമാഅത്തായിട്ട് തന്നെ ചില പള്ളികളിൽ ഖത്മ് പോലും തീർക്കപ്പെടുന്നുണ്ട്. അവിടെയാണ് ഇസ്ലാം സമയത്തിന്, സമയനിഷ്ഠക്ക്, സമയക്രമീകരണത്തിന് പ്രാധാന്യം കൊടുത്തത്, വിശുദ്ധ റമളാൻ കൊടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ പരാതി എന്നുള്ളത് ഒന്നെങ്കിൽ സമയം തികയുന്നില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ സമയം അധികമാകുന്നു എന്നതായിരിക്കാം. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രകാരം നാം ജീവിക്കുകയാണെങ്കിൽ സമയം അധികമാവുകയോ തികയാതെ വരികയോ ഇല്ല. ഇവിടെയാണ് പ്രവാചകർ പഠിപ്പിച്ച, അവിടുത്തെ യുവാക്കളായ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്ത ഹദീസിന്റെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൽ എണ്ണിപ്പറഞ്ഞ കാര്യമാണ് തിരക്ക് വരുന്നതിന് മുമ്പ് ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെ ജീവിതത്തിൽ നാം കാര്യങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അനിവാര്യമായ നിലക്കുന്നതിന് സമയം ലഭിക്കുന്നതാണ്. അങ്ങനെ വിശുദ്ധമായ റമളാനിൽ കൃത്യമായ ഇടവേളകൾ നമസ്കരിച്ചുകൊണ്ട്, ഖുർആൻ ഓതിക്കൊണ്ട്, ഔറാദുകൾ ചൊല്ലിക്കൊണ്ട്, തൻ്റെ സാമ്പത്തികമായ ശാരീരികമായ ശേഷി വെച്ചുകൊണ്ട് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്തുകൊണ്ട് റമളാനെ ധന്യമാക്കാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊരിക്കലും
റമദാനിന് വേണ്ടി മാത്രം സജ്ജമാക്കിയതല്ല. ഞാൻ പറഞ്ഞു ഇത് പ്രാക്ടീസ് സെഷനാണ്. റമദാൻ ഒരു മാസം നാം അതിനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് മറ്റുള്ള മാസങ്ങളിൽ ഇതിനെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമ്മുടെ അമലുകൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ശുദ്ധമായ റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങളെ കൊണ്ട് സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ചോദ്യം, ഹദീസിൽ പറഞ്ഞ ഒരു മനുഷ്യൻ വഞ്ചിതനാകപ്പെടുന്ന 2 പ്രധാന കാര്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.